വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടിന് വൻ ചോർച്ചയാണ്. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന വാർത്ത. ദൃശ്യമാധ്യമങ്ങളിലാണ് വാർത്ത വരുന്നത്. പത്രമാധ്യമങ്ങൾ അത് അങ്ങനെ മുഖവിലക്കെടുത്തില്ല. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നിരന്തരമായി വാർത്ത വന്ന ഘട്ടത്തിൽ മന്ത്രി കെ രാജൻ തന്നെ സംഭവസ്ഥലം സന്ദർശിക്കുകയും എന്താണ് നടക്കുന്നത്, ഗുണനിലവാര പരിശോധന നടക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞു. എന്നിട്ട് പോലും വിശ്വസിക്കാതെ വിവാദങ്ങൾ തുടരുകയാണ് വയനാട്ടിലെ മാധ്യമപ്രവർത്തകർ. ചില മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് വയനാട്ടിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ബിഗ് ടിവിയുടെ റിപ്പോർട്ടറായ സുർജിത് അയ്യപ്പത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായി മാറുന്നത്. അദ്ദേഹം എഴുതുകയാണ്, എന്താണ് വയനാട്ടിൽ നടക്കുന്നത്, എന്താണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ, എവിടെയാണ് ചോർച്ച, ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകളിലെ ശരിയെന്താണ്, അതേക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഞാൻ വയനാട്ടിലെ മാധ്യമപ്രവർത്തകനാണ്. ദുരന്തത്തിൻ്റെ തലേനാൾ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് യാത്ര ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ്. ദുരന്തത്തിന് ഇപ്പുറവും ഞാൻ ഇവിടെ തന്നെയുണ്ട്. ദുരന്ത ബാധിതർക്ക് ഒപ്പം തന്നെയുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ വിള്ളൽ എന്ന തരത്തിൽ ഒരു മാധ്യമം വാർത്ത നൽകിയപ്പോൾ ഏറ്റുപിടിക്കാതെ വിശദ അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. സാങ്കേതിക പരിജ്ഞാനമുള്ള സിവിൽ എഞ്ചിനീയർമാരോട് വിഷയം സംസാരിച്ചു. അങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ വെള്ളം കിനിയുന്നത് തടയാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാർക്ക് ചെയ്തതാണ് വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ കറുത്ത വര കണ്ടാൽ ആർക്കും അത് വിള്ളൽ ആണെന്ന് തോന്നിപ്പോകും. അതിൽ സ്ക്രൂ ചെയ്ത് ഒരു സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് രീതി എന്നും മനസ്സിലായി. ഇത്തരത്തിലുള്ള വെള്ളം കിനിഞ്ഞിറങ്ങൽ തടയാനായി വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുമെന്നും ബോധ്യപ്പെട്ടു. ഗ്രൗട്ടിംഗ്, വാട്ടർ പ്രൊട്ടക്ഷൻ റൂഫിംഗ് എന്നിങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ്. ഊരാളുകൾ അധികൃതരുമായി സംസാരിച്ചു. അവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. അത് ശരിയാണോ എന്നറിയാൻ എനിക്ക് പരിചയമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വർക്കുകൾ നടത്തുന്ന കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരുമായും സംസാരിച്ചു. ഇത്തരം പരിചയം എനിക്ക് വരുന്നത് കുറ്റിപ്പുറം ചൂണ്ടൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മലേഷ്യൻ റോഡ് ബിൽഡർ കമ്പനിയുടെ ബേസ് ക്യാമ്പ് എൻ്റെ നാട്ടിൽ ആയതിനാലാണ്. വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറൂ എന്ന ഉറപ്പ് ഭരണകൂടം വരുത്തിയിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടു. വീട് കൈമാറിയ ശേഷം 5 വർഷത്തെ മേൽനോട്ടവും കരാർ കമ്പനിയിൽ നിന്ന് ഉണ്ടാകും എന്നും ഉറപ്പാക്കി. ഈ പണിയെടുക്കുന്നവർ ദുരന്തബാധിതരുടെ നെഞ്ചിലേക്ക് ആശങ്ക നിറയ്ക്കുകയല്ല വേണ്ടത് എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ ഒരു ഫോൺ കോളിന് പുറത്ത് ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും സാങ്കേതിക മേൽനോട്ട ചുമതലയുള്ള കിഫ്കോൺ പ്രതിനിധികളും ഉണ്ട്. ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിവാദത്തിന് തരമില്ലാത്ത സ്ഥിതിയാകും. പക്ഷേ ചിലർക്ക് വിവാദങ്ങൾ നിർമ്മിക്കൽ ഹരമാണ്. അത് അത്തരക്കാരുടെ ജനിതക ശീലവുമാണ്. എന്തായാലും ആ ഹരത്തിന് പിറകെ പായാൻ കഴിയില്ല എന്നാണ് ബോധ്യം. ടൗൺഷിപ്പ് നേരെ ചൊവ്വേ ആകരുത് എന്ന് കൊതിക്കറിവ് ഉള്ളവരുണ്ട്. ഇത് നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. വിവാദങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അത് തുടരും. ഞാൻ പറഞ്ഞ ജനിതക ശീലത്തിൻ്റെ പ്രശ്നമാണ് അത്. എന്നും ദുരന്തബാധിതർക്ക് ഒപ്പമാണ്. ആ മനുഷ്യർക്ക് വാർത്ത കൊണ്ട് തന്നെ സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാണ് ബോധ്യം. അത് മാധ്യമപ്രവർത്തകൻ എന്ന ഉത്തരവാദിത്വം തന്നെയാണ്. അവർക്ക് ഇടയിലേക്ക് ആശങ്കയുടെ വിത്തെറിയുന്നവർക്കൊപ്പം അല്ല. ഒരിക്കലും അങ്ങനെ ആകാനും പറ്റില്ല. കുറച്ചധികം വിശദീകരിക്കാനുണ്ട്. പിന്നീട് എഴുതപ്പെടും. കമൻറ്റ് ബോക്സിൽ നിറയാനിരിക്കുന്ന ചാപ്പകൾക്കും പരിഹാസങ്ങൾക്കും ഒരു പുഞ്ചിരി മാത്രം മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുർജിത് അയ്യപ്പത്ത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്താണ് സംഭവം, എന്താണ് അവിടെ നടക്കുന്ന പ്രവൃത്തി, വിള്ളൽ ചോർച്ച എന്ന് പറയുന്നതിൻ്റെ പൊള്ളത്തരം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് സുർജിത് അയ്യപ്പത്ത് എന്ന മാധ്യമപ്രവർത്തകൻ ചെയ്യുന്നത്. അവിടുത്തെ മാധ്യമപ്രവർത്തകർ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിവാദമുണ്ടാക്കൽ അവർക്കൊരു ഹരമാണ്. ആ ഹരത്തിന് പിറകെ പായാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകനാണ് പറയുന്നത്. അവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് പാഠമാകണം സുർജിത് അയ്യപ്പത്തിൻ്റെ ഈ വരികൾ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകർ, അവരെക്കാളും എത്രയോ സീനിയറാണ് സുർജിത് അയ്യപ്പത്ത് എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ ഇതെല്ലാം ഒന്ന് വായിച്ചു പഠിക്കുകയും വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വാർത്തകൾ എഴുതുന്നതിന് മുമ്പ് എല്ലാ
വശങ്ങളും വിശദമായി പരിശോധിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന രീതി ശരിയായ മാധ്യമപ്രവർത്തനമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് 10-20 വർഷത്തോളം ദൃശ്യമാധ്യമ പ്രവർത്തകനായ എനിക്കും ഓർമ്മിപ്പിക്കാനുള്ളത്.